അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഠിച്ചോനെ നമ്മളെ നൗസു ഐക്യത്തിന് തയ്യാറായിക്കണെന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ ഐക്യത്തിന് തയ്യാറായിക്കണ്. ഐക്യത്തിന് ഞങ്ങൾ തയ്യാറാണ്. ആർക്കുമാണ് ചങ്ങായി എൻ്റെ ഐക്യം? എൻ്റെ ഐക്യം കേട്ട് നോക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്, പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട്. ഏതായാലും ഓൻ്റെ ഐക്യം പറയണമെന്ന് കേട്ട് നോക്കിയിട്ട് അന്ന് കേട്ടിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ബാക്കി ഞങ്ങൾക്ക് പറയാണ്ട്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഐക്യത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ വായക്ക തൊലിച്ച ഐക്യം അത് ഞങ്ങളില്ല. ഐക്യത്തിന് സ്വാഗതം ചെയ്യുന്നു. ഇവന്റെ ഐക്യത്തിന്റെ വെല്ലുവിളി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ ആയത് ഏതറിയോ? പിന്നെ പല രസകരമായ സംഗതികളുണ്ട്. അഥവാ നമ്മളിവിടെയൊക്കെ മീൻ വെട്ടല്, മീന് മുട്ടിമ വെച്ചിട്ട് ഇറച്ചി വെട്ടുകയാണെങ്കിലും മീൻ വെട്ടുകയാണെങ്കിലും മുട്ടിമ അത് വെച്ചുകാണ്ട് പിന്നെ നമ്മൾ കത്തിയേറ്റ് വെട്ടലാണ് പതിവുള്ളത് അല്ലേ? എന്നാൽ നേരെ മറിച്ച് മുറിച്ചുന്ന സ്ഥലമുണ്ട്. കത്തി ഇങ്ങനെ കുത്തി വെച്ചിട്ട് കത്തിമ എന്ത് ചെയ്യുക, കത്തിമ ആ മുട്ടി കൊണ്ട് ഇങ്ങനെ അടിച്ച് അങ്ങോട്ട് നോക്കാണി, അങ്ങോട്ട് നോക്കാണി, ഇത് കണ്ടങ്ങൾ മുറിച്ചണത്. ഇതെങ്ങനെ മുറിച്ചണ അറിയോ? കത്തി കുത്തി വെച്ചിക്കുക, എന്നിട്ട് കത്തിമ ഇങ്ങനെ വെച്ചിട്ട് മീനിങ്ങനെ വെച്ചുകാണ്ട് വേറൊരു മുട്ടി കൊണ്ട് അടിക്കുക. നമ്മളവിടെ മുറിച്ചാൽ എങ്ങനെയാണ്? മുട്ടി വെച്ചിട്ട് ആ മുട്ടിമ കത്തി കൊണ്ട് വെട്ടുക, മുട്ടിമ മീൻ വെച്ചിട്ട് വെട്ടലാണ്. ഇവൻ്റെ ഐക്യം കേട്ട് നോക്കുമ്പോൾ ഇതുപോലെ പലതും ഇങ്ങനെ ഓർമ്മ വരിക, പലതും ചിന്തിക്കുക. ഐക്യപ്പെടുന്നത് ആരായിട്ട് അറിയോ? ഇതാ ഇവനായിട്ടാണ്. ആരാണ്? കോമാട്ടുചാലിൽ അദ്വാനി ഇരിക്കുന്നത്. ഇതെവിടെ ഇരിക്കണ അറിയോ? ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇരിക്കുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊരു സുഹൃത്ത് ദുബായിൽ നിന്ന് വരികയായിരുന്നു. ദുബായിൽ നിന്ന് വന്നപ്പോൾ അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ട് ഇയാൾ ഇരിക്കണം. ഫാൻറ്റും കുപ്പായ ഈ കൾച്ചറായി ഫാൻറ്റും ഇതുപോലെ ഇതൊക്കെ ഇട്ട് കാണ്ടാ എയർപോർട്ട് പോലുള്ള തലയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ കണ്ടില്ല ഞങ്ങൾ? ഈ ഇരിക്കണ ഇരുത്തങ്ങനെ കണ്ടപ്പോൾ അയാൾ അവിടുന്ന് വലിയൊരു ഫോട്ടോ എടുത്ത് കണ്ട് വിട്ടുന്നു. ഇതാണോ നമ്മളെ പറയപ്പെട്ട ആളെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അയാൾ തന്നെയാണ് സംഗതി. കണ്ടില്ല നിങ്ങൾ? കണ്ടില്ലേ? ഈ ചങ്ങായിനായിട്ടാണ് ഐക്യം. ഈ കോലത്തിൽ ഇവിടെ വന്നാൽ ഇവിടെ ഇങ്ങനെ അലാക്കിൻ്റെ കടന്നുറങ്ങുമ്പോൾ പുതപ്പ് കൊടുത്തുകാണ്ട് വരിക, അവിടുന്ന് പോകുമ്പോൾ കൾച്ചറായി ഫാൻ ഇട്ടുകാണ്ട് പോവുക, ഓരോ രാജ്യത്തേക്ക് ചെന്നാൽ അവിടുത്തെ തുണി കുപ്പായ എടുക്കുക. അവിടെ എങ്ങനെ വെച്ചാൽ അതുപോലെ ചേരുന്ന നാട്ടിൽ ചെന്നാൽ ചേരുന്നതെന്നൊക്കെ പറയില്ലേ, ചേരൻ്റെ നടുക്കണ്ടെന്നൊക്കെ പറയില്ലേ, അന്ന മാതിരിക്കത്തെ ഷെയ്ഖ്. അതാണ് ഈ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോകാൻ കാരണം ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കോമൺ സെൻസിലൊരു കുട്ടി പോലും ഗ്ലോബൽ വില്ലേജിൽ പോകില്ല. അവിടെ വരെ പോയി കണ്ട് ആ മദാമകൾക്കിടയിൽ ലാത്തല്ലായിരുന്നു. എന്നിട്ട് ആ ചെങ്ങായിനേറ്റ് അപ്പോൾ ഐക്യത്തിന് വിളിച്ചത് പോടാ അവിടുന്ന്. എന്നിട്ട് പിന്നെ ഓനെന്ത് ചെയ്യാം? മടവൂര് അല്ലാണ് പടച്ചോനെ, ഞങ്ങൾ മടവൂരിനെ പടച്ചോനാക്കി എന്നുള്ള വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് കുഞ്ഞേമ്മ വന്നിക്കണ്. കുഞ്ഞേമ്മ ഒന്ന് പറയട്ടെ. അഹ്സനി ഉസ്താദ് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് അതിന്റെ അപ്പുറം അണ്ട് മാറ്റി വെക്കുക. ശരി, അപ്പുറം മാറ്റി വെച്ചേക്കണ, ഇപ്പുറം മാറ്റിയിട്ടില്ല. എന്താ ഉസ്താദ് പ്രസംഗിച്ചത്? നിങ്ങൾ ആരായിട്ടാ കളിക്കണ? അഹ്സനി ഉസ്താദിനായിട്ടോ? അതിനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ലടാ ശുചായികളെ. എന്താ ചങ്ങായി? ഞങ്ങൾക്ക് നൗഷാദ് ഞങ്ങൾക്ക് എന്താ ചങ്ങായി? ഞങ്ങൾക്ക് അര പോരാ, ഞങ്ങൾക്ക് നൗഷാദ് തുറാബാണ്, വെറും തുറാബാണ് നൗഷാദ് ഞങ്ങൾക്ക്. അതിനൊന്നും കരുത്തുള്ള ആണായി പറന്ന ഒരുത്തനും AP കൂടാരത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ പെണ്ണുങ്ങളുണ്ട് അല്ലേ? ആണായി പറഞ്ഞൊറ്റൊന്നുമില്ല, എന്നാ പെണ്ണുങ്ങളുണ്ട്. അതേ കാരണം ആ പെണ്ണ് പമ്പനോട് വന്ന് ഓളൊന്ന് നോക്കാം, ഓളെന്താ പറയണ നോക്കാം നമുക്ക്. നിങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. നിങ്ങളെപ്പോലത്തെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരോട് എന്താ ഇപ്പം മറുപടി പറയാ? ആണായി പറഞ്ഞതൊന്നും ഇല്ലായിട്ട് ഇപ്പൊ പെണ്ണ് തന്നെ വന്നിട്ടുണ്ട്. പൊന്നാര കുഞ്ഞേമതേ പറഞ്ഞിട്ടില്ലേ? വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത അന്നോടും നൗഷാദിനോടും പമ്പൈസിനോട് എന്താ പറയാന്ന് പെണ്ണാ പറയണേ. ഇനി എത്ര കാലം പെണ്ണുങ്ങളുണ്ട്? ഒരു പാടം ഇറങ്ങിയിട്ടുണ്ട്.
ആണായി പറഞ്ഞില്ലെങ്കിൽ പെണ്ണായി പറഞ്ഞതിനാ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം അതിന് ആണുങ്ങൾ വേണ്ട, പെണ്ണുങ്ങൾ മതി. ആ ജാതി സംസാരമാണ് സംസാരിക്കുന്നത്. ആ ജാതി വാക്കാണ് നൗഷാദ് പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഓനെ ഞങ്ങൾക്ക് കാണ്ട് അത്ര വലിയ ശുചായികളുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി. ആണുങ്ങളൊന്നും ഇറങ്ങാണ്ടടാ, പെണ്ണുങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഇറങ്ങിക്കണേ. എന്തിനാ ഞങ്ങൾ ഇനി ആണുങ്ങള്? ഞങ്ങൾക്കൊന്ന് കാണാൻ പൂതിണ്ട്. കാണാൻ എനിക്ക് വലിയ പൂതിയാണ്. എനിക്ക് ഉറപ്പല്ല. എന്റെ പൂതി ഞങ്ങൾക്ക് അറിയാം. എന്റെ പൂതിയൊക്കെ അറിയാം. എന്റെ പൂതി ബാക്കി പറയേ. ഹസനി ഉസ്താദിനോട് മുട്ടാൻ പറ്റിയ ആൺകുട്ടികൾ ആരടാന്നുള്ളത് വരി. എടാ, ആൺകുട്ടികളെ ഇറങ്ങണ്ട, പെൺകുട്ടികളെ ഇറങ്ങിയിട്ടോ ആകെ മുട്ടിക്കണെന്ന്. ഇജ എന്താ കരുതിയത്? ആണൊക്കെ അവിടെ നിൽക്കട്ടെ, പെണ്ണെന്നെ ഇഷ്ടം പോലെ ഇറങ്ങി മറുപടി കൊടുത്തു. എന്താ ഹസനി ഉസ്താദ് അവിടെ പ്രയോഗിച്ച പ്രയോഗം? എന്താ പ്രയോഗിച്ച പ്രയോഗം? ഇതാ കേട്ടോക്കത്. നിങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? ഇതാണ് നൗഷാദ് പറഞ്ഞത്. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ, അതിനെന്താ പ്രശ്നം ഇവിടെ എന്നാ ചോദിച്ചത്. അതാ ചോദിച്ചത്. കേട്ടില്ലേ? നിങ്ങളെ ഈ നശിച്ച നാവിന്റെ ഉടമയായ കേരളം കണ്ട ഏറ്റവും വലിയ കേരളത്തിന്റെ ദുരന്തം, മലയാളക്കരയുടെ ശാപം, മുസ്ലിം ഉമ്മത്തിന് നാണക്കേട് വരുത്തി വെച്ച ഈ പേരോട്ടുകാരൻ, വൃത്തികെട്ടവൻ. ഇജ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, ഈ വൃത്തികെട്ടവൻ, ദുഷിച്ച നാവിന്റെ ഉടമ, അതുപോലെ തന്നെ മലയാളക്കരയിലുള്ള ജനങ്ങൾക്ക് മുഴുവനും നാണക്കേട് വരുത്തി തീർത്ത ആള് എന്നൊക്കെ പറഞ്ഞല്ലോ ജ്. അതാരാ അറിയോ? നൗഷാദാണ്. അതാരാ? നൗഷാദാണ്. ഏയ്, ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ യാതൊരു പേടിയില്ലടോ എന്നാണ്ടേ. അതാണ് ലോകത്തിന്റെ മുസ്ലിമീങ്ങളെ മുഴുവനും നാണക്കേടിലാക്കിയത്. ഏയ്, മലയാളികളെ മാത്രല്ല, ലോക മുസ്ലിമീങ്ങളെ മുഴുവനും എന്ത് ചെയ്തു? അത് നാണക്കേടിലാക്കിയൊരു വാക്കാണ്. എന്താ പറഞ്ഞാല്? ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ യാതൊരു പേടിയിലിടും. ഇത്ര വലിയ കഴുത, ഏയ്, ഇനി ഇത്ര വലിയൊരു നശിച്ച നാവ് ആരതാണുള്ളത്? എൻ്റെതും കുഞ്ഞേമ എൻ്റെതും നൗഷാദിൻ്റെതും അല്ലാതെ ബാക്കി പറയാം. അവനെപ്പറ്റി മൗലാനാന്ന് നിങ്ങൾ ഏതർത്ഥത്തിലാ പറഞ്ഞു? കോയപ്പാനെ, എനിക്ക് മൗലാനന്റെ അർത്ഥം അറിയില്ല. മൗലാനാന്ന് ഏതർത്ഥത്തിലാ പറഞ്ഞത്? മൗലാനാന്നൊരു മനുഷ്യനെ പറ്റിയാണ്ട് മൗലാന എന്ന് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലാന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു കോയപ്പാൻ തന്നെ വെച്ചിട്ടോ. ദുഷിച്ച നാവിന്റെ ഉടമ മൗലാനാരാ? ആ അള്ളാക്ക് പ്രയോഗിക്കണ പ്രയോഗല്ലടോ മൗലാന്നുള്ളത്. കോയപ്പാനെ, എനിക്ക് മൗലാന എന്ന് പറഞ്ഞാല് പിന്നെ അള്ളാഹ്ക്ക് പ്രയോഗിക്കണ പ്രയോഗല്ലടോ. അറിയില്ല, അർത്ഥം അറിയില്ല. എനിക്ക് അറിയില്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ആ ഫോണുണ്ടല്ലോ, ആ ഫോൺ കൊണ്ട് ഇപ്പൊ പ്രത്യേകമായിട്ട് ഏത് കാര്യം ചോദിച്ചു പഠിക്കാനും പറ്റിയ സംവിധാനം വന്നിട്ടുണ്ട്. ആ ജെമിനിനോടൊന്ന് ചോദിച്ചു നോക്കാം. ജെമിനി പറഞ്ഞുതരും. മൗലാന എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ രണ്ട് രൂപത്തിലുള്ള അർത്ഥം മൂപ്പര് പറഞ്ഞുതരും എനിക്ക്. ചിലപ്പോൾ 37 കയറും, ചിലപ്പോൾ 30 കയറും, ചിലപ്പോൾ 37 കയറും. രണ്ടിലൊരാൾ എനിക്ക് പറഞ്ഞു തരും. ഒന്ന് ചോദിച്ചു നോക്കോട്ടെ. ആ അർത്ഥത്തിൽ പേരോടിന് പ്രയോഗിക്കാൻ പറ്റുമോ? ഇജ് വെച്ച അർത്ഥത്തിന് പേരോടിന് പ്രയോഗിക്കാൻ പറ്റൂല. ഇജ് വെച്ച അർത്ഥത്തിന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുമില്ല പേരോട് ഉസ്താദിനൊക്കെ. ഇജ് വെച്ച അർത്ഥത്തിന് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ മൗലാന എന്ന് പേരോട് ഉസ്താദിനെ പറയാൻ പറ്റുമെങ്കിൽ അപ്പോ ഞങ്ങളെ പടച്ചോനാണ് പിന്നെ മടവൂരി എന്ന് പറയാം, അല്ലേ? അങ്ങനെ പറയാം. മൗലാന എന്ന് പേരോട് ഉസ്താദിനെ പറയാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ പടച്ചോനാണ് മടവൂരി എന്ന് പറയാം. ഓൻ ചെങ്ങായിയെ പറഞ്ഞു കുടുങ്ങി. ഇപ്പൊ വെളുപ്പിക്കാൻ നോക്കുകയാണല്ലേ. അക്കങ്ങൾ കട്ട് ചെയ്തു. എന്നിട്ട് അവിടെ മഹാനരായ ശൈഖുൽ മശായിഖ് ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിറ, മടവൂർ ശൈഖുനായിട്ട് ബന്ധപ്പെട്ട പരാമർശം. പടച്ചവൻ, ഒരു സാധനത്തെ പടച്ചവൻ. ഗതിയെണ്ണോ കാണി കുഞ്ഞേമത്. ഒരു സാധനത്തെ പടച്ചവൻ, ഒരു സാധനത്തെ പടച്ചവൻ. ഓഞ്ച മോയന്തേ, ഇജ് തിന്നണതല്ല ഞങ്ങൾ തിന്നണത്. കുഞ്ഞേമതേ, ഇജ് തിന്നണതല്ല ഞങ്ങൾ തിന്നണത്. ഇജ് സെപ്റ്റിക് ടാങ്ക് തുറന്നിട്ട് തീട്ടാ തിന്നണെന്നാ തോന്നണത്. ഞങ്ങൾ അന്നാ തിന്നണത്.
അതുകൊണ്ട് എന്താണ് ആ പറഞ്ഞത് ഞങ്ങൾക്ക് ശരിക്കും അറിയാം. കാരണം എന്താ വെച്ച് ഓന് മുഴുവൻ പേക്കും, ഓനിഞ്ഞി മുഴുവൻ പേക്കും, പേച്ചുകൊണ്ടേയിരിക്കും. ഓന് നല്ല അനക്കും പേക്കും, മുഴുവൻ പേക്കും. നിങ്ങൾക്ക് കൺട്രോളിങ്ങള് നിങ്ങൾ ആരേറ്റാ കളിച്ചതറിയോ? ഇന്ന് മഹാനായ ശൈഖുന മടവൂര് CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഒരു മുരീദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദ് അവറുകളാണ്. മനസ്സിലായിക്കോ? ഇന്ന് അങ്ങനത്തെ ഒരു മുരീദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, തെർബിയത്ത് ചെയ്യാൻ പറ്റിയ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ മാത്രമാണ് എന്ന് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് വേറുള്ള കോമാട്ടുകാലിൽ അതുള്ള നിധി പിന്നെന്ത് ചെയ്യാണ് ഷെയ്ഖിന്റെ മുരീദ് തേങ്ങട മൂടാ. എന്നിട്ടോ പറയാ പിന്നെ അതിന്റെ മുന്നിയും പിന്നെയും കട്ട് ചെയ്ത് കാണ്ട് വിട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോ ഓന്റെ പ്രസംഗം മുഴുവൻ കേൾക്കലല്ലേ ഞങ്ങളെ ആവശ്യം. ഞങ്ങളെ ആവശ്യത്തിന് പിന്നെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് എടുത്തു. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ഒരു കടി പിന്നെ രക്തം പരിശോധിക്കണം എന്ന് പറഞ്ഞാല് എൻ്റെ രക്തം പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും മാരകമായ രോഗം ഉണ്ടായി, എൻ്റെ രക്തം പരിശോധിക്കണം എന്ന് പറഞ്ഞു. രക്തം പരിശോധിക്കണം എന്ന് പറഞ്ഞാണ്ട് എന്നെ കൊണ്ടുപോയാണ്ട് ലാബിൽ ഇരുത്തി കഴിഞ്ഞാൽ എൻ്റെ മുഴുവൻ രക്തം കുത്തിയെടുക്കല്ലേ ചെയ്യാ. ആ പരിശോധിക്കേണ്ട രക്തം ഒരു സിറിഞ്ചിൽ കുറച്ചെടുക്കും, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് തീരുമാനിക്കും. എന്നതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാതെ പിന്നെ നൗഷാദ് പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ കേൾക്കലല്ലേ ഞങ്ങൾ ആവശ്യം. ഓൻ പറഞ്ഞതിന് ആ പറഞ്ഞ വാക്ക് അത് കുറച്ച് ഗൗരവമുള്ള വാക്കാണ്. അത് ഞങ്ങൾക്ക് ജനങ്ങൾ കേൾപ്പിക്കണം. എല്ലാവരും കേട്ടു. ജാതി മത ഭേദമന്യേ കുട്ടികളും വലിയവരും സ്ത്രീകളും എല്ലാവരും കേട്ടു. എല്ലാവരും മനസ്സിലാക്കി കുരുവട്ടൂരികൾ പിഴച്ച വർഗമാണ്, നശിച്ച വർഗമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി. ബാക്കിയും കൂടിയും പറയാം. ബന്ധപ്പെട്ടൊരു പാട്ടുകാരൻ പാട്ട് പാടിയപ്പോ നിങ്ങളെ പടച്ചോൻ ആരാന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ പടച്ചോൻ മടവൂരാണ്. അത് മറുപടിയാണ്, ഒരു ചോദ്യത്തിനുള്ള മറുപടിയില്ല. കേട്ടില്ല ഞങ്ങള്? ഇവര് ശരിക്ക് ബഹുദൈവ വിശ്വാസിയാണ്, ഏകദൈവ വിശ്വാസികളല്ല ഇവര്. മനസ്സിലാക്കണം. ഇവര് പടച്ചോനിൽ വിശ്വസിക്കുന്നവരല്ല കുരുവട്ടൂരികള്. കാരണം ഇവരുടെ വർത്തമാനം കേട്ടില്ല ഞങ്ങള്? എൻ്റെ പടച്ചോൻ ആരാന്ന് ചോദിച്ചപ്പോ എൻ്റെ പടച്ചോൻ പിന്നെ മടവൂരാണെന്ന് പാട്ടുകാരൻ പറഞ്ഞ ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇവരൊക്കെ എന്താണ് സാധനം? ഇവർക്കൊക്കെ ശരിക്ക് കുമാരെന്നോ അതുപോലെ കുഞ്ഞാമീൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് വല്ല ഗണേശെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുക നല്ലത്. കുഞ്ഞാമനൊക്കെ ഗണേശ് അങ്ങനെ എന്തെങ്കിലും പേരിടാൻ നോക്ക്. കാരണം ഇനി ഇതിൽ നിന്നിട്ട് കാര്യമില്ല. അതാണ് ഇപ്പൊ നിങ്ങളെ പരിപാടികൾ കാണുന്നത്. അങ്ങനെയാണ്.